പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്ത് വധക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ പരസ്യ ഭീഷണിയുമായി പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ. കേസിലെ ഒന്നാം പ്രതി അബ്ദുൽ സലാമാണ് പോലീസിനെ കോടതി വരാന്തയിൽ വെച്ച് പരസ്യമായി തന്നെ ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിൽ പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തു. നീയും സാക്ഷിയല്ലേ, ഞാൻ ശരിയാക്കി തരാം എന്നായിരുന്നു ഭീഷണി. നേരത്തെ രണ്ടാം സാക്ഷിയെയും വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, എന്തായാലും RSS പ്രവർത്തകനെ വധിച്ച കേസാണ്. ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരനെ പൂട്ടാൻ ഇതുവരെ നമ്മുടെ സംവിധാനങ്ങൾക്ക് ആയിട്ടില്ല എന്നുള്ളതാണോ? അതായത് പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത്. രാഖി, പാലക്കാട് സഞ്ജിത്ത് വധക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ ഭീഷണി ഉണ്ടായിരിക്കുകയാണ്. കേസിലെ ഒന്നാം പ്രതിയാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന് നേരെ ഭീഷണി മുഴക്കിയത്. ഒന്നാം പ്രതി അബ്ദുൾ സലാമാണ് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ കോടതി വരാന്തയിൽ വെച്ച് ഭീഷണി മുഴക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 19-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 19-ാം തീയതി വൈകിട്ടോടെ, അതായത് കോടതി ഹാളിൽ നിന്നും ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് ഇറങ്ങി വരാന്തയിൽ എത്തിയ സമയത്ത് വൈകിട്ട് ഒരു 5:10 കൂടെയാണ് ഈ ഉദ്യോഗസ്ഥന് നേരെ ഒന്നാം പ്രതിയായ അബ്ദുൾ സലാം ഭീഷണി മുഴക്കിയത്. ഇത്തരത്തിലായിരുന്നു പറഞ്ഞത്, തനിക്കെതിരെ സാക്ഷി പറയുമല്ലേ, നീയും കേസിലെ സാക്ഷിയല്ലേ, എനിക്കെതിരെ മൊഴി നൽകിയാൽ ഇവിടെ തന്നെ വരണമല്ലോ, നിന്നെ ഞാൻ ശരിയാക്കി തരാം തുടങ്ങിയ രീതിയിലുള്ള ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. സംഭവത്തിൽ പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. BNS 232(1) പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും കേസിലെ എയ്ഡ് പ്രോസിക്യൂഷൻ സഹായിയാണ് ഈ ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ്. നേരത്തെ ഈ ഉദ്യോഗസ്ഥനെ എയ്ഡ് പ്രോസിക്യൂഷൻ സഹായിയിൽ നിന്ന് മാറ്റിയത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പിന്നീട് വീണ്ടും കേസിലെ എയ്ഡ് പ്രോസിക്യൂഷൻ സഹായിയായി ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഏതായാലും ആ ഉദ്യോഗസ്ഥന് നേരെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ ഭീഷണി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. സഞ്ജിത്ത് കേസിൽ ഇത് ആദ്യമായിട്ടല്ല ഭീഷണി. നേരത്തെ ഈ കേസിലെ സാക്ഷികളെ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ പെട്ടെന്ന് ഈ കേസിലെ രണ്ടാം സാക്ഷിയുടെ വീട്ടിലേക്ക് ചേർന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരർ വലിയ രീതിയിൽ സാക്ഷി ആവരുത്, ഇതിൽ നിന്ന് കൂറുമാറണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഏതായാലും അത്തരത്തിൽ നേരത്തെയും സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കോടതി വരാന്തയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ അങ്ങേയറ്റം ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. ഏതായാലും സഞ്ജിത്ത് വധക്കേസിലെ ഈ നടപടികൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ കോടതി വരാന്തയിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അരുൺ, എന്തായാലും ഈ നേരത്തെയും ഇത്തരത്തിൽ ഭീഷണി വന്നിട്ടും എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ അടക്കമുണ്ടായത്? കാരണം ഈ സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതിനപ്പുറം അതൊരു ഭീഷണിയായി മാറുന്നു എന്നുള്ളതാണ്. കാരണം ഇത്തരം ഭീകരതയ്ക്കെതിരെ ഇവർ ശക്തമായി തന്നെ നിലയുറപ്പിക്കുന്നത് കൊണ്ടാണ് കൃത്യമായി കണ്ടതുപോലെയും അറിവുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ വന്ന് തുറന്ന് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഭീഷണികൾ വരുമ്പോൾ അത് സാക്ഷികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. അതായത് നേരത്തെയും രണ്ടാം സാക്ഷിയെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ എന്ത് നടപടിയാണ് ഉണ്ടായത്? നേരത്തെ ഈ രണ്ടാം സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് 2 പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ പിടികൂടിയിരുന്നു. കാവിൽപ്പാട് സ്വദേശിയായ മുഹമ്മദ് ഇല്യാസ്, അതുപോലെ തന്നെ ചടനാംകുറിശി സ്വദേശിയായ ഇസ്മയിൽ എന്നിവരെയായിരുന്നു അന്ന് പാലക്കാട് നോർത്ത് പോലീസ് പിടികൂടിയത്. ഏതായാലും അന്ന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ച് തുടർന്ന് ഈ 2 പേരെയും പിടികൂടുകയും പാലക്കാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവരെ ഹാജരാക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അന്ന് കേസിലെ ഒന്നാം സാക്ഷിയായ സഞ്ജിത്തിന്റെ ഭാര്യയെ കോടതി വിസ്തരിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതി അന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും സഞ്ജിത്ത് വധക്കേസ് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 2022 നവംബർ 15-നാണ് ഈ സഞ്ജിത്തിനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ പാലക്കാട് മമ്പറത്ത് റോഡരികിൽ വെച്ച് തടഞ്ഞു നിർത്തി ഭാര്യ അർഷിതയുടെ മുന്നിൽ വെച്ച് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം പിന്നീട് അതേ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ തന്നെ പാലക്കാട് A. ശ്രീനിവാസൻ എന്ന RSS നേതാവിനെയും
വെട്ടിക്കൊലപ്പെടുത്തുകയുണ്ടായി. പിന്നീട് നമുക്കറിയാം ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന ഈ സംഘടനയുടെ ഭീകരബന്ധം കൂടുതൽ ശക്തമായി പുറത്തു വരികയും ഈ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നത് പോലും ഈ സഞ്ജിത്ത് വധക്കേസും അതുപോലെ തന്നെ ശ്രീനിവാസൻ വധക്കേസിനും ഒക്കെ ശേഷമാണ്. ഏതായാലും ഇത്തരത്തിലുള്ള നാടിനെ നടുക്കിയ കൊടും ക്രൂരതകൾ ചെയ്തിട്ടുള്ള ഇവർ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഭീഷണികൾ തുടരുന്നു. അതിൽ പോലീസ് ഉദ്യോഗസ്ഥനെ പോലും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് അവരുടെ നീക്കങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും ഏറ്റവും പുതുതായിട്ട് നൽകാനുള്ള വിവരം. സഞ്ജിത്ത് വധക്കേസിൽ കഴിഞ്ഞ 19-ാം തീയതിയാണ് വൈകിട്ടോടുകൂടെ ഈ കോടതിയിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥനെ കേസിലെ 1-ാം പ്രതി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ശരി അരുൺ, എന്തായാലും പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്ത് വധക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ പരസ്യ ഭീഷണി മുഴക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ. കേസിലെ 1-ാം പ്രതി അബ്ദുൽ സലാമാണ് പോലീസ് ഉദ്യോഗസ്ഥനെ കോടതി വരാന്തയിൽ വെച്ച് പരസ്യമായി തന്നെ ഭീഷണിപ്പെടുത്തിയത്. ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ്. നേരത്തെ 2-ാം സാക്ഷിയും സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്തായാലും ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ ഇങ്ങനെ കയറൂരി വിട്ടാൽ അത് നമ്മുടെ നാടിന് തന്നെ വലിയ ആപത്താണ് എന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു എന്നുള്ളതാണ്.